إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും പാലിച്ചുകൊണ്ട് കഴിവിന്റെ പരമാവധി തഖ്വയുള്ളവരായി ജീവിക്കാൻ പരിശ്രമിക്കണേ എന്ന് ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കരളലിയിക്കുന്നതും കണ്ണു നിറക്കുന്നതുമായ കാഴ്ചകളും വാർത്തകളുമാണ് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. പൊതുവെ സന്തോഷിക്കുന്ന മുഖങ്ങളെക്കാളും ദുഃഖം തളം കെട്ടി നിൽക്കുന്ന മുഖങ്ങൾക്കാണ് നമ്മുടെ നാട് ദിനം പ്രതി എന്നോണം സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. കലാപങ്ങളെ കൊണ്ട് കലുഷിതമായ ഗ്രാമങ്ങളും പട്ടണങ്ങളും രാജ്യത്തിന്റെ വടക്കു മുതൽ തെക്ക് വരെയുണ്ട് എങ്കിലും കരുണയും ആർദ്രതയും പരസ്പര സ്നേഹവും സഹകരണവും ലോകത്തിനു മുമ്പിൽ സമർപ്പിക്കുവാൻ സാധിച്ച ഒരു സാഹചര്യം കൂടി ഒരാഴ്ച കൊണ്ടുണ്ടായി. വയനാട് ദുരന്തത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടിക്കണക്കിന് രൂപയാണ് ഒഴുകിയത് എന്നറിയുമ്പോൾ അതിൽ ചെറിയ കുട്ടികൾ മുതൽ അവരുടെ തൊണ്ടിയിൽ സ്വരൂപിച്ചിരുന്ന ആ ചില്ലറ നാണയത്തുട്ടുകൾ വരെയുണ്ട് എന്നറിഞ്ഞതിലുമൊക്കെ വളരെയേറെ സന്തോഷമുണ്ട്. പക്ഷേ ആർജിച്ചെടുത്ത എല്ലാ കരുണയെയും കാറ്റിൽ പറത്തിക്കൊണ്ട് വയനാടിലെ രക്ഷാപ്രവർത്തനത്തിനിടെ മൃതദേഹ തെരച്ചിൽ നടത്തുന്നതിനിടെ പ്രതികരണശേഷി തീർത്തും നഷ്ടപ്പെട്ട ജീവനറ്റ സഹോദരിമാരുടെ കഴുത്തിൽ നിന്നും കാതിൽ നിന്നും സ്വർണം കവർന്നെടുത്ത കളവ് നടത്തിയ വാർത്തയും നമ്മൾ കേൾക്കാനിടയായി. എന്ത് നേടി, എന്താണ് ഗുണം കിട്ടിയത് എന്ന ചോദ്യത്തിന് എത്ര കിട്ടിയാലും ആർത്തി തീരാത്ത മനുഷ്യന്റെ മനസ്സ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ നഫ്സിൻ ലാ തശ്ബഅ. പടച്ചവനെ, എത്ര കിട്ടിയാലും ആർത്തി തീരാത്ത മനസ്സാണ് എന്റെ മനസ്സെങ്കിൽ അതിൽ നിന്ന് എന്നെ കാക്ക് പടച്ചവനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 14 നൂറ്റാണ്ട് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കാന ലിബ്നി ആദം വാദിയാനി മിൻ മാലിൻ. 2 താഴ്വര നിറയെ മനുഷ്യന് സ്വത്തുണ്ടായതും കിട്ടിയതൊന്നും പോരാ. മൂന്നാമതൊരു താഴ്വര കൂടി കിട്ടാൻ മനുഷ്യൻ കൊതിക്കുമെന്നാണ്. അത്യാവശ്യത്തിന് ജീവിക്കാനുള്ള വക അള്ള കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും പോരാ. മനുഷ്യന്റെ ആർത്തി പറയാണ്, ലാ യംലഉ ജൗഫ ബിനി ആദമ ഇല്ല തുറാബ്.
പടുത്തുയർത്തിയ സൗധങ്ങളും ആളുകളെ പറ്റിച്ചും പിടിച്ചു പറിച്ചും കട്ടുമുണ്ടാക്കിയതെല്ലാം വിട്ട് മണ്ണിൽ പോയി കിടക്കുമ്പോ ആ മണ്ണിനല്ലാതെ അവന്റെ ദുനിയാവിനോടുള്ള ആർത്തി തീർക്കാൻ പറ്റുകയില്ല എന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഇനിയെങ്കിലും ഈ ദുനിയാവിന്റെ നിസ്സാരത നമുക്ക് ബോധ്യപ്പെടണം. ഇഹലോകത്ത് നീ ഒരു വിദേശിയെ പോലെയാ ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാ ജീവിക്കേണ്ടത്. ഏത് സമയത്തും സ്വദേശത്തേക്ക് മടങ്ങേണ്ടതായി വരും. മരണം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കണം. നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരോട് ചോദിക്കുന്ന ചോദ്യമാണ് കം ലബിസ്തും ഫിൽ അർളി അദദ സിനീൻ, എത്ര വർഷമാണ് നിങ്ങൾ ഭൂമിയിൽ കഴിച്ചുകൂട്ടിയത്? ഖാലു, അവർ പറയും ലബിസ്ന യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ അല്പഭാഗമോ ഞങ്ങൾ താമസിച്ചിട്ടുണ്ടാകും ഭൂമിയിൽ. ആരാണ് സഹോദരങ്ങളെ ഈ പറയുന്നത്? 60, 70, 80, 90 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചവരുണ്ടവർ. 950, 1000 കൊല്ലത്തിന്റെ ദൈർഘ്യം ആയുസ് നൽകപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ജനതയുണ്ട് ആ കൂട്ടത്തിൽ. എങ്കിൽ പരലോകത്ത് ഒരു ദിവസമാണെങ്കിലോ യൗമ കാന മിഖ്ദാറുഹു 50000 സന, 50000 വർഷത്തിന്റെ ദൈർഘ്യമുണ്ട് പരലോകത്തിന് ഒരു ദിവസത്തിന്. അതിനെ തുലനം ചെയ്തുകൊണ്ട് നീയൊക്കെ ഈ ദുനിയാവിൽ എത്ര കാലം ജീവിച്ചു എന്ന് എന്നോടും നിങ്ങളോടും ചോദിച്ചാൽ നമുക്കുണ്ടായിരിക്കുന്ന മറുപടി യൗമൻ ഔ ബഅദ യൗമിൻ, ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ അല്പഭാഗമോ മാത്രം. 30, 40, 50, 60, 70 കൊല്ലം ഭൂമിയിൽ സുഖിച്ചും ഭോഗിച്ചും വേദനിച്ചും ആഹ്ലാദിച്ചും ആനന്ദിച്ചും അടിച്ചുപൊളിച്ചും ജീവിച്ചവർക്ക് തോന്നും കഅന്നഹും യൗമ യറൗനഹാ ലം യൽബിസു ഇല്ലാ അശിയതൻ ഔ ദുഹാഹാ, ഒരു വൈകുന്നേരത്തെ ഒരല്പസമയം മാത്രമോ അല്ലെങ്കിൽ ഒരു പ്രഭാതത്തിലെ ഒരല്പസമയം മാത്രമോ ഇവിടെ കഴിച്ചുകൂട്ടിയതായി തോന്നുമെന്നാണ് അള്ളാഹ് മുന്നറിയിപ്പ് തരും. സഹോദരന്മാരെ, എത്ര പെട്ടെന്നാണ് നമ്മുടെ ആയുസ് കൊഴിഞ്ഞു പോകുന്നത്. ഈ ഒരാഴ്ച കൊണ്ട് ഒരുപാട് മരണവാർത്തകൾ നമ്മൾ കേട്ടു. സഹോദരന്മാരുടെ, സഹോദരിമാരുടെ, പ്രായം വാർദ്ധക്യത്തിൽ എത്താത്തവരുടെ 45, 50, 55 ഇടയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞവർ, അല്ലാഹു തആല അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. കാലം കുടുസുള്ളതായി അടുത്തടുത്ത് വരികയാണ്. ലാ തഖൂമു സഅത ഹത്താ യതഖാറബു സവാൻ, കാലം അടുത്തടുത്ത് വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു ഫതകൂന സനതു കശഹർ, ഒരു വർഷം ഒരു മാസത്തെ പോലെ. വയകൂന ശഹ്റു കൽ ജുമുഅ, ഒരു മാസം ഒരാഴ്ച പോലെ. വതകൂനുൽ ജുമുഅതു കൽ യൗം, ഒരാഴ്ച ഒരു ദിവസത്തെ പോലെ. വയകൂനൽ യൗമ കസ്സഅ, ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ. ഇന്ന് നേരം പുലർന്നത് മുതൽ എത്ര മണിക്കൂർ കഴിഞ്ഞു, പക്ഷേ ഒരു മണിക്കൂറിന്റെ ദൈർഘ്യം പോലും അനുഭവത്തിലില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അക്സിറൂ ദിക്റ ഹാദിമിൽ ലദാത്, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദാത്, എല്ലാ സുഖങ്ങളെയും എല്ലാ സ്വപ്നങ്ങളെയും എല്ലാ അനുഭൂതികളെയും തകർത്ത് കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കണം. ഇന്ന് നേരം പുലർന്നത് മുതൽ നമ്മൾ പലതിനെക്കുറിച്ചും ചിന്തിച്ചു ഓർത്തു. എങ്കിൽ സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്നെ കേൾക്കുന്നവരെ, നമ്മുടെയൊക്കെ മരണത്തെക്കുറിച്ച് നമ്മൾ എത്ര തവണ ഓർത്തു? ദുനിയാവിലെ പരീക്ഷണത്തിന്റെ നിറപ്പത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോ എത്ര പേർ സ്വന്തം മരണത്തെക്കുറിച്ച് മരിച്ചു പോകേണ്ടി വരും എന്നൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു. ഏതൊരു മനുഷ്യനും വർഷക്കാലമാകുമ്പോ തന്റെ ചോർന്നൊലിക്കുന്ന വീടിന്റെ കൂരയൊന്ന് റിപ്പയർ ചെയ്യും. അങ്ങനെ തന്റെ വീടിന്റെ മേൽക്കൂര നന്നാക്കിക്കൊണ്ടിരിക്കുന്ന സ്വഹാബി വര്യൻ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താ നിനക്കിട്ട വഴി? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഖുസ്സുൽ ലനാ ഫനഹ്നു നുസ്ലിഹ്, നബിയെ, ചില കേടുപാടുകളൊക്കെ പറ്റിയിട്ടുണ്ട്, അതൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അറൽ അംറ ഇല്ലാ അഅ്ജലു മിൻ ദാലിക, മരണം അതിനേക്കാളും എളുപ്പത്തിൽ വരും കേട്ടോ. സഹോദരന്മാരെ, ഇവിടെയാണോ നമുക്ക് ചില ചിന്തകൾ വേണ്ടത്, ആലോചന വേണ്ടത്. നമ്മുടെ ആഗ്രഹവും നമ്മുടെ നേട്ടവും ഒക്കെ എന്താ? സ്വന്തം വീട്ടിൽ വെച്ച് ഭാര്യയുടെ, മക്കളുടെ, സഹോദരങ്ങളുടെ മുന്നിൽ വെച്ച് മരിക്കാൻ കഴിയണേ എന്നുള്ളതാണ്. കാരണം മരണത്തിന്റെ സകറാത്തിൽ കൈകാലുകളൊന്ന് തടവിത്തരാൻ, ശ്വാസം കിട്ടാതെ വിഷമിക്കുന്ന സമയത്ത് നെഞ്ചൊന്ന് തടവിത്തരാൻ,
മരണത്തിന്റെ ദാഹവെപ്രാളത്തിൽ ചുണ്ടൊന്ന് നനച്ചു തരാൻ കണങ്കാല് തമ്മിൽ കൂട്ടിപ്പിണയുമ്പോ ചെവിയോട് ചുണ്ട് ചേർത്ത് വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഓർമ്മപ്പെടുത്തി അത് ചൊല്ലി മരിക്കാൻ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സാന്നിധ്യം വല്ലാതെ കൊതിക്കുന്ന സന്ദർഭമാണ് മരണസമയം. ഒരുപാട് മരണവാർത്തകൾ നമ്മൾ കേട്ടു. പലരും എന്റെ സമയമായിട്ടില്ലല്ലോ, ഇനിയും ഉണ്ടല്ലോ എന്ന് വിചാരിക്കണം, ആശ്വസിച്ചിരിക്കുകയാണ്. സൂറത്ത് യാസീനിൽ അല്ലാഹു തആല ഒരു കാര്യം ഓർമ്മപ്പെടുന്നു. ഏതാ സൂറത്ത് യാസീൻ ഓർക്കണം? ശരീരത്തിന്റെ ചേതനയേറ്റ് കൈകാലുകൾക്ക് താടകെട്ടി വെള്ളത്തുണി കൊണ്ട് മൂടി കേവലം ജഡമായി മാറിയ ശേഷം മയ്യത്തിന് ചൊല്ലിക്കൊടുക്കേണ്ടുന്ന സൂറത്തിന്റെ പേരല്ല സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ ലിയുൻദിറ മൻ കാന ഹയ്യ, ഹയാത്തുള്ളവർക്ക്, മരിച്ചോർക്കല്ല, ഹയാത്തുള്ളവർക്ക് താക്കീത് നൽകാനായി ഖുർആൻ. രണ്ട് കാലിൽ എഴുന്നേറ്റ് നടക്കുന്ന കാലത്ത് അർത്ഥവും ആശയവും പഠിച്ച് നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടുന്ന സൂറത്ത് കൂടിയ സൂറത്ത് യാസീൻ. ആ സൂറത്ത് യാസീനിൽ അല്ലാഹ് പറയാണ്, ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. അവന്റെ സമയം കെട്ടായാൽ ഒരു വസിയ്യത്ത്, ഒരു വിൽപത്രം തയ്യാറാക്കുവാനോ അവന്റെ കുടുംബത്തിലേക്ക് മടങ്ങിച്ചെല്ലുവാനോ അവരെ കൊണ്ട് കഴിയില്ല. ലാ യസ്തതിഊന തൗസിയ, എന്റെ മക്കളോട് ഇന്നത് പറയണം, ഭാര്യയോട് ഇന്നത് പറയണം, മക്കൾക്ക് ഇന്ന വസിയ്യത്ത് കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ സമയമായിട്ടില്ല എന്നാ വിചാരം. ജീവിതത്തിന്റെ കൂട്ടിക്കിഴിക്കലുകൾ ഇതാ ഇവിടെ തീരാൻ പോവാണ്, അവസാനിക്കാൻ പോവാണ്. ഞാൻ വാങ്ങിയ കടത്തെക്കുറിച്ച്, എനിക്ക് കിട്ടാനുള്ള കടത്തെക്കുറിച്ച്, എന്റെ ബാങ്ക് അക്കൗണ്ടിലെ നിക്ഷേപത്തെക്കുറിച്ച്, പോസ്റ്റ് ഓഫീസിലെ നിക്ഷേപത്തെക്കുറിച്ച്, അങ്ങനെ പലതും പറയാനുണ്ട് മനസ്സിൽ. മക്കളുടെ പോക്കത്ര ശരിയല്ല, നിസ്കാരമില്ല മക്കൾക്ക്, ദീനീ ചിട്ടയിലല്ല ജീവിതം. പെൺമക്കളാണെങ്കിൽ തീരെ സംസ്കാരമില്ല, അന്യന്റെ കാമക്കണ്ണുകൾക്ക് കൊത്തിവലിക്കാൻ തക്കവണ്ണമാണ് പുറത്തിറങ്ങുമ്പോൾ അവരുടെ വസ്ത്രധാരണം. ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ചുകൂടി കഴിയട്ടെ. ഇപ്പൊ അത് പറഞ്ഞിട്ട് ഭാര്യയെ, പെൺമക്കളെ പിണക്കണ്ട എന്ന് വെച്ചങ്ങനെ അല്ലാഹ് പറയാണ്, ഫലാ യസ്തതിഊന തൗസിയത, ഒരു വസിയത്തും എഴുതി തയ്യാറാക്കാൻ അവർക്ക് കഴിയൂല. നീ നിന്റെ മനസ്സിൽ മക്കളോട് പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളുണ്ടല്ലോ, അത് പറയാൻ സമയം കിട്ടിയെന്ന് വരൂല. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, നീ ആഗ്രഹിക്കുന്ന ഒരു മരണം ഉണ്ടല്ലോ, എല്ലാവരുടെയും മുമ്പിൽ വെച്ചുള്ള ഒരു മരണം, അതിന് സാധിച്ചെന്ന് കൊള്ളണമെന്നില്ല. അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമ്മെ താക്കീത് ചെയ്യുകയാണ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട 5 കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. ഒരുപാട് തവണ നമ്മൾ പള്ളി മെമ്പറുകളിൽ നിന്ന് കേട്ട ഹദീസ. 5 ഘട്ടങ്ങൾക്ക് മുമ്പായി 5 കാര്യങ്ങൾ നീ പ്രയോജനപ്പെടുത്തും. പെട്ടെന്ന് പറഞ്ഞു പോകും. ഒന്ന്, ശബാബക ഖബ്ല ഹറമി, വാർദ്ധക്യത്തിന് മുമ്പ് യുവത്വത്തെ പ്രയോജനപ്പെടുത്തണം. യുവാക്കളെ, യുവതികളെ, വയസ്സ് കൂടുന്തോറും ആയുസ് കൂടല്ല, ആയുസ്സിൽ കുറവ് വരികയാണ് സംഭവിക്കും. മരണത്തിലേക്ക് ഒന്നുകൂടെ അടുക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചൊരു സമയമുണ്ട്. ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഗ്ഫിറൂന സഅ വലാ യസ്തഖ്ദിമൂൻ. ആ അവധി വന്നെത്തിയാൽ ഒരാൾക്കും എല്ലാ സ്വപ്നങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് ഇവിടെ നിന്ന് പോകേണ്ടി വരും. ഒരു നിമിഷ നേരം പോലും അല്ലാഹ് നീട്ടിത്തരൂല. അതുകൊണ്ട് ഓരോ നിമിഷവും മരണത്തിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന ബോധം വേണം. നല്ല ചുറുചുറുക്കും മസിൽ പവറൊക്കെയുള്ള സമയമാണ്. ഇപ്പൊ ഓടാനും ചാടാനും ഒക്കെ കഴിയുന്നുവെങ്കിൽ ഇബാദത്തിന്റെ കാര്യത്തിൽ, പ്രത്യേകിച്ചും 5 വഖ്ത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ അലസത കൂടാതെ നിർവഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. സമൂഹത്തിൽ പല യുവത്വവും മതനിരാസത്തിലേക്ക്, ലിബറലിസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പടച്ചോനോ? ഏത് പടച്ചോൻ? റസൂലോ? അങ്ങനെ റസൂലുണ്ടോ? പരലോകോ? അങ്ങനെ മരണത്തിന് ശേഷം ഒരു ജീവിതോ എന്നൊക്കെ യുക്തി കൊണ്ട് ചോദിപ്പിച്ചും മതം വിട്ട് സാഡിസത്തിന്റെ ക്രൂര വിനോദത്തിന്റെ പിന്നാലെ പോയി ഈ പറഞ്ഞതൊന്നും ഞങ്ങൾക്ക് ബാധകമേ അല്ല എന്ന മട്ടിലാണ്. ആണിനെ പോലെ മുടി മുറിച്ച പെണ്ണ്, പെണ്ണിനെ പോലെ മുടി വളർത്തിയ ആണേതാ പെണ്ണേതാ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ചിന്താഗതിയിലേക്ക് സമൂഹം മാറി. ജനറൽ സംസ്കാരം പൂണ്ട് കോസ്മെറ്റിക് പദാർത്ഥങ്ങളുടെ, ഉൽപ്പന്നങ്ങളുടെ മുഖം പെയിന്റടിച്ച് ചുണ്ട് ചുവപ്പിച്ച് ബസ് സ്റ്റാൻഡുകളിൽ ആര് കാണാൻ, ആരെ കാണിക്കാൻ എത്ര കാലം? ഇമാം ശാഫിഈ റഹ്മഹുല്ലാഹ് പറഞ്ഞില്ലേ, ഫകം മിൻ ഫതാ അംസി വഅസ്ബഹ ളാഹികൻ. നമുക്ക് കാണാം എത്ര ചെറുപ്പക്കാരാണ് ചിരിച്ചുകൊണ്ട് നേരം പുലർന്നതും വൈകുന്നേരമാകുന്നതും എന്ന് നമുക്ക് കാണാം.
കേൾക്കാൻ ആഗ്രഹം കിളിനാദങ്ങളാണ്, കാണാൻ ആഗ്രഹം സുന്ദരികളുടെ നഗ്നവേണികളാണ്, അനുഭൂതികളുടെ ലഹരിയുടെ പാനീയം നുകരാനാണ് ചുണ്ടുകൊതിക്കുന്നത്. അങ്ങനെ കള്ളിന്റെ, കഞ്ചാവിന്റെ, ബ്രൗൺ ഷുഗറിന്റെ ലോകത്ത് വിരാജിക്കാൻ മരച്ചുവടുകളും മരക്കാടുകളും പ്രണയത്തിന്റെ ചേഷ്ടകൾക്കുള്ള കേന്ദ്രമായി മാറി. അതങ്ങ് ബാംഗ്ലൂരിലെ ലാൽബാഗും കപ്പൺ പാർക്കും മാത്രമല്ല, എറണാകുളത്ത് മറൈൻ ഡ്രൈവ് പാർക്ക് മാത്രമല്ല, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വരെ കവിതാക്കൾക്കെന്ന് ശരീരം പങ്കിടാനുള്ള വേദിയായി മാറി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആരാധിലുള്ളത് ഒക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മെമ്പർമാരുണ്ട്. പള്ളി, ഖുതുബ, മോറൽ ക്ലാസ്, CRE ഇതൊന്നും ഞങ്ങൾക്ക് ബാധകല്ല. എല്ലാം ഞങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് നടക്കുന്നവർ, അതിന് കൊടി പിടിച്ചു കൊടുക്കുന്നവർ. ഷാഫി ഇമാമ് പറയാണ്, ഈ പോക്കവന്റെ അവസാനത്തെ പോക്കാന്നവൻ അറിയുന്നില്ല. രാവിലെ ഉണർന്നത് AC റൂമിലെ സുന്ദരമായ പട്ടുമത്തയിൽ നിന്നാണ്, പക്ഷേ ആ ദിവസം അവൻ ആ തിരിച്ച റൂമിലേക്ക് എത്തുന്നില്ല. ഉണർന്നത് പട്ടുമത്തയിൽ നിന്നാണ്, പക്ഷേ ഇനി അവന്റെ ഉറക്കം ഇരുട്ട് നിറഞ്ഞ ഖബറിലാണ്. അവനെ പൊതിയാനുള്ള കഫൻ പുടവ് മുറിച്ചെടുക്കാൻ പാകത്തിൽ തുളിശാപ്പിൽ റെഡിയാണ്, പക്ഷെ അവൻ അറിയുന്നില്ല. എത്രയെത്ര മണവാട്ടികളാണ് തന്റെ പുതുമണവാളന് വേണ്ടി അണിഞ്ഞൊരുങ്ങി മണിയറയിൽ ഒരുങ്ങിയിരുന്നത്. പക്ഷേ അവരുടെ ആദ്യ രാത്രിയിൽ തന്നെ അവരുടെ ആത്മാക്കളെ പിടിക്കപ്പെട്ട എത്രയോ സംഭവം ഉണ്ടായിട്ടുണ്ട്. എത്രയോ ചെറിയ ചെറിയ മക്കളാണ് ദീർഘകാലം ജീവിക്കുമെന്ന് ആഗ്രഹിച്ചത്. പക്ഷേ അവരുടെയൊക്കെ മൃത ശരീരം ഖബറിന്റെ ഇരുട്ടറകളിലേക്ക് പ്രവേശിക്കപ്പെട്ടു. നമ്മുടെ കണ്ടു വയനാടിൽ ഒരു ഖബറിൽ തന്നെ 5ഉം 6ഉം 7ഉം മയ്യത്തുകൾ. അല്ലാഹുവേ കാക്കണേ റഹ്മാനെ. ഇനിയെങ്കിലും ബോധമില്ല എങ്കിൽ, ഇനിയൊന്നും തിരിച്ചറിവ് വന്നിട്ടില്ല എങ്കിൽ സഹോദരന്മാരെ, അത് പ്രയാസമുണ്ടാക്കാം. നമുക്ക് 5 നേരം നിസ്കരിക്കാൻ സമയമില്ല. അള്ളാനെയും പടച്ചവന്റെ നിയമങ്ങളെയും പരലോകത്തെയും മറന്നുകൊണ്ടാണ് നമ്മുടെ പോക്കെങ്കിൽ അതിന് അൽപായുസ് മാത്രമേ ഉള്ളൂ എന്നറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അർശിന്റെ തണലിലേക്ക് ചേർത്ത് പിടിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ അർശിന്റെ തണൽ നൽകി അല്ലാഹു അനുഗ്രഹിക്കുന്ന 7 വിഭാഗം. 7 പറയാൻ സമയമില്ല, ഒന്ന് പറയാം. വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ, ഒരു യുവാവാണ്. ക്ലബ്ബുകളിലും മൈതാനങ്ങളിലും പാർക്കുകളിലും പബ്ബിലും സമയം ചെലവഴിക്കുന്നവനല്ല, പള്ളിയിൽ വന്ന് 5 വഖ്ത് നിസ്കരിച്ചവനാണ്. അല്ലാഹുവിനെ ഇബാദത്തെടുത്ത് വളർന്ന യുവാവാണ്. റബ്ബിനെ കുറിച്ചോർത്ത് കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊഴിച്ചവനാണ്. വാർദ്ധക്യത്തിന്റെ നിസ്സഹായ അവസ്ഥയിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലല്ലോ എന്ന സങ്കടത്തിലുള്ള കരച്ചിലല്ല, സ്വാഭാവികം. പക്ഷേ ഒറ്റക്കിരുന്ന് അള്ളാനെ കുറിച്ചോർത്ത്, അള്ള തന്ന നിഅമത്തുകളെ കുറിച്ചോർത്ത്, ആ നിഅമത്തുകൾക്ക് നന്ദി കാണിക്കുന്നതിന് തന്റെ പരിമിതികളെ കുറിച്ചോർത്ത് കരയുന്ന ആ സുന്ദരമായ ചുളിവ് വീഴാത്ത തന്റെ മുഖങ്ങളിലൂടെ ഒലിച്ചിറക്കുന്ന കണ്ണുനീരുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പിടിക്കും അർശിന്റെ തണലിലേക്ക്. ഐനൽ മുതഹബ്ബുന ബിജലാലി, എനിക്ക് വേണ്ടി പരസ്പരം, എന്റെ പ്രീതിക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരെവിടെ? ദുനിയാവിൽ അവന്റെ കൂട്ട്, അവന്റെ സഹവാസം പരലോകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന നല്ല കൂട്ടുകാരുമായിട്ടായിരുന്നു. അവർക്ക് അർശിന്റെ തണലുണ്ടെന്നാണ്. അതുകൊണ്ട് യുവത്വം, വാർദ്ധക്യം മുമ്പ് നമ്മൾ പ്രയോജനപ്പെടുത്തണം. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ദാരിദ്ര്യം വരും മുമ്പ് ഐശ്വര്യത്തെ ഉപയോഗപ്പെടുത്തണം. സഹോദരന്മാരെ, നമുക്കിന്നൊരു ഐശ്വര്യം അല്ലാഹു തആല തന്നിട്ടുണ്ട്, നാളെ അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മൾ കടന്ന പട്ടിണി, നമ്മുടെ ദാരിദ്ര്യം എന്താണ് എന്ന് പുതിയ തലമുറ അറിഞ്ഞിട്ടില്ല. നമ്മുടെ മക്കൾ ജനിച്ചതും വളർന്നതും ഒക്കെ സമ്പന്നതയിലാണ്. നമ്മൾ ഓരോരുത്തരും ജീവിച്ചു വന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടി പെടാപാടുപെട്ട, ഒന്ന് തല ചായ്ക്കാൻ വിരുന്നു പോകേണ്ടി വന്നവർ, ഒന്ന് നിറം മാറിയ ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലുമൊക്കെ ഒന്ന് കല്യാണത്തിന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് ദിനങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് അൽഹംദുലില്ലാഹ് 3 നേരവും നിറം മാറിയ ഭക്ഷണം തന്നെയാണ്. അധ്വാനത്തിന്റെയും വേർപ്പിന്റെയും കഷ്ടപ്പാടിന്റെയും വിലയറിയാത്ത മക്കൾ വളർന്നു വരുമ്പോ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം പഴയ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നതിന്. അതുകൊണ്ട് അള്ള തന്ന മുതല് അള്ളാഹു തൃപ്തിപ്പെടും വിധം ഉപയോഗപ്പെടുത്തണം. നാളെ അത് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതാണ് ദാരിദ്ര്യത്തിന് മുമ്പേ ഐശ്വര്യത്തെ പ്രയോജനപ്പെടുത്തണം. മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് രോഗത്തിന് മുമ്പ് ആരോഗ്യത്തെ പ്രയോജനപ്പെടുത്തണം. നമുക്കിന്നൊരു ആരോഗ്യമുണ്ട്, കാലിന് തളർച്ചയില്ല, സന്ധികൾക്ക് വേദനയില്ല,
നേരത്തെ പറഞ്ഞതുപോലെ നന്നായി നിൽക്കുവാനും മുതുക് നിവർത്തിക്കൊണ്ട് റുകൂഇൽ നിൽക്കാനും 8 അവയവങ്ങളെ ഭൂമിയിൽ വെച്ചുകൊണ്ട് സുജൂദ് ചെയ്യുവാനും ഒക്കെ നമ്മളെ കൊണ്ട് കഴിയും. പക്ഷേ ഈ മുതുകൊന്ന് നിവർത്തി റുകൂ ചെയ്യാൻ 8 അവയവങ്ങളെ മുസല്ലയിൽ വെച്ച് സുജൂദ് ചെയ്യാൻ ആഗ്രഹമുണ്ടായിട്ടും ആരോഗ്യം സമ്മതിക്കാത്ത ഒരുപാട് പ്രായമായവർ നമുക്കിടയിലുണ്ട്. അല്ലാഹു തആല വാർദ്ധക്യ സഹജമായ എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ആരോഗ്യമുള്ളപ്പോൾ രോഗം വരും മുൻപ് ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തണം. ഒരു ക്ലാസ് കേട്ടു, ഒരു ഖുതുബ കേട്ടു, ഇനിയെങ്കിലും നമസ്കാരത്തിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം. അത് ചിന്തിച്ച് വരുമ്പോഴേക്ക് ആരോഗ്യം സമ്മതിക്കാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. ആരോഗ്യം സമ്മതിക്കാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ജനനത്തിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ട് ബുദ്ധിയുള്ള മനുഷ്യന്മാരോട് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു കാര്യത്തിൽ പറഞ്ഞത് വമിൻകും മയ്യുതവ്ഫ, അവരുടെ കൂട്ടത്തിൽ വാർദ്ധക്യത്തിന് മുമ്പേ ജീവിതം അവസാനിപ്പിക്കപ്പെടുന്നവരുണ്ട്. ശേഷം അല്ലാഹു പറയണം അവരുടെ കൂട്ടത്തിലുണ്ട്, സൂറത്ത് ഹജ്ജിലാണ്, വമിൻകും മയ്യുറദ്ദു ഇലാ അർദലിൽ ഉംരി ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈആ, അറിവുണ്ടായിരുന്ന ശേഷം യാതൊന്നും അറിയാതാകും വിധത്തിലേക്ക് ഏറ്റവും ആവശ്യമായ പ്രായത്തിലേക്ക് മടക്കപ്പെടുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എല്ലാ തിരിച്ചറിവും ബോധവും നഷ്ടപ്പെട്ടിട്ട് ആശ്രിതർ മുതുവെടുത്ത് തരേണ്ടുന്ന, ആശ്രിതർ കുളിപ്പിച്ചു തരേണ്ടുന്ന, ആശ്രിതർ വസ്ത്രം ഉടുപ്പിച്ചു തരേണ്ടുന്ന ആ അവശതയിലെത്തും മുമ്പ് ആരോഗ്യമുള്ള സമയത്ത് മടികൂടാതെ അല്ലാഹു ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ സാധിച്ചാൽ പിന്നെ അവശതയിൽ നടത്തുന്ന ഇബാദത്തിനും അല്ലാഹു തആല ആരോഗ്യാവസ്ഥയിലെ കൂലി തരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅജ്റു ലഹു കമാ കുൻതും തുജ്റഊന ലഹു വഹുവ സഹീഹ്. അവർ സിഹത്തുള്ള സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത് ചെയ്ത കർമ്മങ്ങളുടെ പ്രതിഫലം രോഗിയായി കിടക്കുന്ന സമയങ്ങളിലും അല്ലാഹു തആല രേഖപ്പെടുത്തി വെക്കാൻ മലക്കുകളോട് ആവശ്യപ്പെടുമെന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അല്ലാഹു എന്ന നിഅമത്തായ ആരോഗ്യത്തെ അത് രോഗാവസ്ഥയിലേക്ക് പൂർവാധികം ശക്തി പ്രാപിച്ച് വാർദ്ധക്യാവസ്ഥയിൽ കിടന്ന് ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട്. സമ്പത്തുണ്ട്, പക്ഷെ ഒന്ന് ഹജ്ജ് ചെയ്യണം. സമ്പത്തുണ്ടെന്ന് ഉംറ ചെയ്യണം, പക്ഷേ ആരോഗ്യം സമ്മതിക്കുന്നില്ല എങ്കിൽ സഹോദരങ്ങളെ, കിട്ടിയ ആരോഗ്യത്തോടെ നിർവഹിക്കാൻ അല്ലാഹു ആഫിയത്ത് തരുന്ന വിധത്തിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുക. അല്ലാഹു തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖും അറിവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين أما بعد أيها الناس اتقوا الله عباد الله. ബഹുമാന്യരായ വിശ്വാസികളെ വിശ്വസിക്കുക, ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്ന അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 5 ഘട്ടങ്ങൾക്ക് മുമ്പ് ഉപയോഗപ്പെടുത്തേണ്ട 5 കാര്യങ്ങളിൽ 4ാമത്തേത് തിരക്കിന് മുമ്പ് ഒഴിവ് സമയത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തും. എത്ര ഒഴിവ് സമയം നമ്മൾ വെറുതെ പാഴാക്കി ആലോചിച്ചു നോക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിലൂടെ ഒരു മയ്യിത്ത് ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മുസ്തരീഹ് വ മുസ്തറാഹ് മിൻ, ഈ പോകുന്ന മയ്യിത്ത് മുസ്തരീഹാണോ അതോ മുസ്തറാഹാണോ? എന്തായി ചോദിച്ചെന്നറിയോ? ഈ പോകുന്ന മയ്യിത്ത് തീർത്തും റെസ്റ്റ് എടുത്തു പോകുന്ന മയ്യിത്താണോ? ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെച്ച്, ചൊല്ലേണ്ടതൊക്കെ ചൊല്ലി തീർത്തും റെസ്റ്റ് എടുക്കാൻ പോകുന്ന മയ്യിത്താണോ അതോ റെസ്റ്റ് അല്ലാഹു തആല ഭൂമിയിൽ അവസരം നൽകിയിട്ട് വെറുതെ ഉണ്ടും ഉറങ്ങിയും സമയത്തെ പാഴാക്കി ഇനി റെസ്റ്റ് എടുക്കാൻ പോവുകയാണ്? ശരിക്ക് ചിന്ത ആവശ്യമുള്ള ഒരു ചോദ്യമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ. സഹോദരന്മാരെ, ഒരുപാട് മയ്യത്തുകൾ നമ്മൾ കുളിപ്പിച്ചിട്ടുണ്ട്, മയ്യത്ത് കഫൻ ചെയ്തിട്ടുണ്ട്, മയ്യത്ത് ചുമന്നു പോയിട്ടുണ്ട്. മയ്യത്ത് കബറിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുന്നത് കണ്ടുകൊണ്ട് കണ്ടവരാ നമ്മൾ. ഇനി നമ്മുടെ മയ്യത്ത് നാളെ നമുക്ക് വേണ്ടപ്പെട്ടവർ ചുമന്നു പോകും. നമുക്ക് വേണ്ടി 3 പടി മണ്ണ കബറിലേക്ക് അവർ വാരിയിടും. ആ പോക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയുള്ള പോക്കായിരിക്കണം.
ഈ ലോകത്ത് ദുനിയാവിന്റെ പിന്നാലെ പോയി 5 നേരത്തെ നമസ്കാരം പോലും ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല എങ്കിലും ഇപ്പോൾ ചോദിച്ചാലും തിരക്കാ. ഖുർആൻ പഠിക്കാനും ഖുർആൻ ഓതാനൊന്നും സമയമില്ല. ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ചയെങ്കിലും ജുമുഅക്കെങ്കിലും ഇമാമ് മുൻബറിൽ കയറി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, ഇത് മലക്കളോട് പറയുന്ന സലാം, പള്ളിക്കാട്ടിലേക്കുള്ള സലാമല്ലല്ലോ, ഇത് ഓഡിയൻസിനുള്ള സലാം പറിച്ചില്ല. അവിടെ വഅലൈക്കും അസ്സലാം സലാം മടക്കാൻ നേരത്തെ വന്നിരിക്കാൻ, പള്ളിയിൽ ജുമുഅക്കെങ്കിലും വന്നിരിക്കാൻ നമ്മുടെ കച്ചവടവും നമ്മുടെ ജോലിയും നമുക്ക് തടസ്സാണ്. എത്ര കാലമോടും കെട്ടുകൾ 3 കെട്ടി കൂടെ കൊണ്ടുപോകാൻ ഒന്നുമില്ലാതെ ഒന്ന് മാത്രം ബാക്കിയാകും. ഈ ഹദീസൊക്കെ നമുക്ക് കാണാൻ പാടാ. മയ്യത്ത് കബറടക്കാൻ കൂടെ വന്ന അഹ്ലുകാരും സ്വത്തും മുതലൊക്കെ മടങ്ങിയാലും ഖബറിന്റെ ഏകാന്തതയിൽ കൂരിരുട്ടിൽ സ്വന്തമെന്ന് പറയാൻ ബാക്കിയുള്ളത് സ്വന്തം ചെയ്തു വെച്ച കർമ്മങ്ങൾ മാത്രം നമുക്കറിയാം. അത് നേരത്തിനും കാലത്തിനും ചെയ്യാൻ സമയം കിട്ടാതെ ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഓടി അവസാനം നാളെ പരലോകത്തെത്തിയിട്ട് അവിടെയും ഓട്ടം. അതാ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച വചനം, സൂറത്ത് അബസ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. സഹോദരനെ വിട്ട്, ജന്മം നൽകിയ മാതാപിതാക്കളെ വിട്ട്, കൂടെ കിടന്ന നെഞ്ചിന്റെ ചൂടറിഞ്ഞ ഭാര്യയെയും കരളിന്റെ കഷ്ണങ്ങളായ മക്കളെയും വിട്ട് നഫ്സി നഫ്സി നഫ്സിയാ, എന്റെ കാര്യം അതിനെക്കുറിച്ച് ബേജാർ ആലോചിച്ച് ഓടിപ്പോകുന്ന മനുഷ്യൻ തിരക്ക് പിടിച്ച ദിവസം അള്ള മുന്നറിയിപ്പ് തരിക. കാരണം എന്താണെന്നറിയോ? ലിക്കുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി. അന്ന് മനുഷ്യർ ഓരോരുത്തർക്കും തനിക്ക് തന്നെ മതിയാകുന്നത്ര ചിന്താവിഷയം ഉണ്ടായിരിക്കുന്നു. ഇവിടെ നമുക്കൊന്നിനും സമയമില്ല, തിരക്കില. പക്ഷെ അവിടെ ഓട്ടം യുബസ്വറൂനഹു, പരസ്പരം കാണിക്കപ്പെടും. മക്കൾക്ക് ബാപ്പാനെ കാണാം, ബാപ്പാക്ക് മക്കളെ കാണാം, ഭാര്യക്ക് ഭർത്താവിനെ, ഭർത്താവിന് ഭാര്യയെ, തനിക്ക് ഇൻകിലാബ് വിളിച്ച അനുയായികളെ, നേതാക്കന്മാർക്ക് കൊടിവെച്ച കാറിൽ സ്പീഡോമീറ്ററും ട്രാഫിക് നിയമവും ഒന്നും നോക്കാതെ എസ്കോട്ട് പോയ ആളുകളൊക്കെ യുബസ്വറൂനഹു, നേതാക്കളെയും അണികളൊക്കെ തമ്മിൽ കാണാം. പക്ഷേ വലാ യസ്അലു ഹമീമുൻ ഹമീമ, ഒരൊറ്റ ബന്ധുവും മറ്റൊരു ബന്ധുവിനോട് യാതൊന്നും ചോദിക്കാൻ വിഷമങ്ങൾ പങ്കുവെക്കാൻ അനുവാദമില്ലാത്ത, അവസരമില്ലാത്ത ദിവസം. തനിക്ക് പ്രിയപ്പെട്ട മക്കളെ പ്രായശ്ചിത്തമായി നൽകിക്കൊണ്ടെങ്കിലും ആ ദിവസത്തെ ശിക്ഷയിൽ നിന്ന് ഞാനൊന്ന് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ കൊതിക്കും. തന്റെ ഭാര്യയെയും സഹോദരനെയും പകരം നൽകിയെങ്കിലും, തനിക്ക് അഭയം നൽകിയിരുന്ന പ്രിയപ്പെട്ട ബന്ധുക്കളെ പകരം നൽകിയെങ്കിലും അല്ല, ഭൂമിയിലുള്ള സകല മനുഷ്യരെയും പകരം നൽകിയെങ്കിലും ഞാനൊന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിലെന്ന് മനുഷ്യൻ കൊതിച്ചു പോകുന്ന വിലാപത്തിന്റെ ദിവസത്തെക്കുറിച്ച് അല്ലാഹ് ഇങ്ങനെ മുന്നറിയിപ്പ് തരുമ്പോ, സഹോദരങ്ങളെ, ഇനിയും നമുക്ക് നല്ല കാര്യങ്ങൾക്ക് ഒഴിവ് കിട്ടുന്നില്ല. അമലുകളെ കൊണ്ട്, ഇബാദത്തുകളെ കൊണ്ട്, ദിക്റുകളെ കൊണ്ടും ദുആ കൊണ്ടും സ്വലാത്ത് കൊണ്ടും നനഞ്ഞ ഒരു നാവ് സമ്പാദിക്കാൻ ഇനി ശേഷിക്കുന്ന കാലമെങ്കിലും നമുക്ക് സമയമില്ല എങ്കിൽ ഓർത്തോളി, നഷ്ടപ്പെട്ട ഒരു സെക്കൻഡ് പോലും തിരിച്ചു കിട്ടൂല, നഷ്ടപ്പെട്ട ഒരു വർഷവും നമുക്ക് തിരിച്ചു കിട്ടൂല. ബർത്ത്ഡേ ആഘോഷിച്ച് കേക്ക് മുറിച്ച് കൊണ്ടാടുന്ന ആളുകൾ കടലോരങ്ങളിൽ, മൈതാനങ്ങളിൽ, ക്ലബ്ബുകളിൽ DJ പാർട്ടി നടത്തി കുടിച്ചും വലിച്ചും മതിമറന്ന് നൃത്തച്ചുവടുകൾ വെച്ച് ആഘോഷിക്കുമ്പോൾ ഇനിയെങ്കിലും ഈ ഒരു ചിന്ത മനസ്സിലുണ്ടാകണം. ഒരു ടെൻഷനുമില്ലാതെ ദുനിയാവിൽ അല്ലാഹ് തന്ന ആയുസ്സത്രയും കാലം എന്നിൽ അർപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് റെസ്റ്റ് എടുക്കാനാ ഞാൻ എന്റെ ഖബറിലേക്ക് പോകുന്നത് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, വെറുതെ സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്നത് മരണത്തെക്കാളും ഗുരുതരമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ വെറുതെ സമയം ചെലവഴിക്കുക എന്നുള്ളത് അള്ളാഹു എന്നുള്ള നിന്റെ ബന്ധത്തെ മുറിച്ചു കളയും. സമയം അനാവശ്യമായി ചെലവഴിക്കുന്നത് അള്ളാഹുവിൽ നിന്നും പരലോകത്തിൽ നിന്നൊക്കെയുള്ള നിന്റെ ബന്ധത്തെ മുറിച്ചു കളയും. അതുകൊണ്ട് ആ ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അവസാനത്തേത് കൂടി പറഞ്ഞ് പെട്ടെന്ന് അവസാനിക്കും. മരണത്തിന് മുമ്പ് ജീവിതത്തെ നമ്മൾ സമ്പാദിക്കണം. ഏതാ സമ്പാദിക്കേണ്ട ജീവിതം? കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, വിലപിക്കാൻ കാരണമാകരുത്. യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, ഞാൻ എന്റെ ഈ പരലോകത്ത് ഈ ജീവിതത്തിന് വേണ്ടി മുൻകൂട്ടി ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറയാൻ, വിലപിക്കാൻ നമുക്ക് ഇടവരാൻ പാടില്ല.
അതുകൊണ്ട് ഒരു നിമിഷ നേരം പോലും മരണത്തെ മറന്ന് ജീവിക്കാൻ നമുക്ക് വകുപ്പില്ല എന്നറിയണം. കാലം ഇത്രയായി മലയാളത്തിൽ മാതൃഭാഷയിൽ തിരിയുന്ന ഭാഷയിൽ ഖുത്ബ പറയുന്ന പള്ളിയിൽ ജുമുഅക്ക് പങ്കെടുക്കുന്നു. ഏതാണ് കഴിഞ്ഞ ജാഹിലിയ സ്വഭാവത്തിൽ എന്ത് സംസ്കാരം എനിക്കുണ്ടായത് ചിന്തിക്കണം. മുമ്പൊന്നുമില്ലാത്ത ഏത് കാര്യത്തിലായിരിക്കും സൂക്ഷ്മത വന്നത് ആലോചിക്കണം. മുമ്പൊന്നുമില്ലാത്ത ഏത് കാര്യത്തിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധ ആരംഭിച്ചത് ചിന്തിക്കണം. മുമ്പ് പഠിക്കാത്ത ഏത് ദിക്ർ, ഏത് ദുആ, ഏത് സൂറത്ത്, ഏതായത്ത ഞാൻ പഠിക്കാൻ തുടങ്ങിയത്, എന്ത് പരിവർത്തനമാണ് ഇതിലുണ്ടായത് ശരിക്കും ആലോചിക്കണം. നമുക്ക് പരാതിയ കണ്ണാടി നോക്കിയപ്പോൾ, മുഖം സൂക്ഷിച്ചു നോക്കിയപ്പോൾ മുടി അവിടെ ഇവിടങ്ങളിലായി നരച്ചു തുടങ്ങിയിട്ടുണ്ട്. മുടി നരച്ചതാ ടെൻഷൻ, നെറ്റിയിലും മുഖത്തും ചുളിവ് വീണിട്ടുണ്ട്, ചർമ്മം ചുളിഞ്ഞതാ ടെൻഷൻ, മുടി കൊഴിഞ്ഞതാ ടെൻഷൻ. പക്ഷേ പഴയ മധുര 17 മക്കളായി, മക്കൾക്ക് മക്കളായി നമ്മളൊന്ന് മാറണം. അവിടെയാണ് മരണത്തിന് മുമ്പിലുള്ള ജീവിതത്തെ ധന്യമാക്കാൻ കഴിയേണ്ടത്. പഠിക്കണം, ചില പ്രാർത്ഥനകൾ ചൊല്ലണം. അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് റബ്ബിനോട് കാവലിനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പ്രാർത്ഥന, മിൻ ദുആഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? 4 കാര്യങ്ങളിൽ റബ്ബിനോട് കാവൽ ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കാൻ, എനിക്ക് രക്ഷ കിട്ടണം, കാവൽ കിട്ടണം 4 കാര്യങ്ങളിൽ നിന്ന്. ഏതൊക്കെ 4 കാര്യങ്ങൾ? മിൻ സവാലി നിഅമതിക, നീ എനിക്ക് നൽകിയിട്ടുള്ള എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ അത് നീങ്ങിപ്പോകുന്നതിൽ നിന്ന്. വതഹവ്വുൽ ആഫിയതിക, നീ തന്ന എന്റെ ആരോഗ്യമുണ്ടല്ലോ റബ്ബേ അത് നഷ്ടപ്പെടുന്നതിൽ നിന്ന്. വഫുജാഅതി നിഅമതിക, പടപ്പുകളിൽ ചിലരോട് പെട്ടെന്നുണ്ടാകുന്നതിന്റെ കോപത്തിൽ നിന്നും. വജമീഇ സഖതിക, നീ വെറുക്കുന്ന നിനക്കിഷ്ടമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടോ റബ്ബേ അതിൽ നിന്നൊക്കെയും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു എന്ന പ്രാർത്ഥന അർത്ഥമറിഞ്ഞ് മനസ്സറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. 30, 40, 50 വയസ്സുള്ള ആളുകളുടെ ഹാർട്ട് അറ്റാക്ക് അതുമൂലം മരണപ്പെട്ട വാർത്ത നമ്മൾ കേട്ടു. ഖൈറിന്റെ മാർഗത്തിലൂടെ ഇനിയുള്ള കാലം ജീവിക്കാൻ സാധിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്വർഗം സുന്ദരമാകും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആരാണ് ഏറ്റവും നല്ല ബുദ്ധിയുള്ള മനുഷ്യൻ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ കയ്യിസ് മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. നിങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ബൾബിന്റെ ഫിലമെന്റ് കണ്ടുപിടിച്ച തോമസ് ആൽവാ എഡിസൺ അല്ല, കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ചാൾസ് ബാബേജ് അല്ല, ചാൾസ് ബാബേജോ ആൽബർട്ട് ഐൻസ്റ്റീനോ ഒന്നും അല്ല. അവരൊക്കെ ഈ ഭൗതിക ശാസ്ത്രത്തിന് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. അതൊന്നും വിസ്മരിച്ചുകൊണ്ടല്ല. അൽ കയ്യിസ്, നിങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. സ്വന്തം മനസ്സിന്, സ്വന്തം ശരീരത്തെ ഹറാമുകളിലേക്കൊന്നും പോകാതെ സ്വന്തത്തെ വിചാരണ ചെയ്ത് നന്മയിൽ മുന്നേറി വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണാനന്തരമുള്ള ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് അതിനുവേണ്ടി പണിയെടുക്കുന്നവനാണ്. അക്സറുഹും, അതങ്ങനെ എളുപ്പമുള്ള പണിയൊന്നല്ല, കുറച്ചൊന്നും മെനക്കെട്ടാ പോരാ. അക്സറുഹും ദിക്റൻ ലിൽ മൗത്ത്, ധാരാളമായി മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവനാണ് അവൻ. മരിക്കും ജനിച്ചവരൊക്കെ ഒരു നാളെ മരിക്കാശിണ്ടായ പോരാ, മറിച്ച് വഅശദ്ദുഹും ഇസ്തിഗ്ദാദൻ ലഹു, ആ മരണത്തിന് വേണ്ടി പറയേണ്ടതൊക്കെ പറഞ്ഞു വെച്ച്, ചൊല്ലേണ്ടതൊക്കെ ചൊല്ലിക്കൊണ്ട്, ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെച്ച് മരണത്തിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്നവനാണ്. ഉലൈക ലഹുമുൽ അഖിയാസ്, നിങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുമ്പോൾ നമ്മുടെ ആയുസ് പരലോകത്തേക്ക് ഉപകാരപ്പെടണം, നമ്മുടെ മക്കൾ നാളെ പരലോകത്തേക്ക് ഉപകാരപ്പെടണം, നമ്മൾ അംഗമായിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകൾ നാളെ പരലോകത്തേക്ക് വേണ്ടി ഉപകാരപ്പെടണം, നമ്മുടെ കൂട്ടുകെട്ട്, നമ്മുടെ സമ്പത്ത് ഒക്കെയും നാളെ പരലോകത്തേക്ക് ഉപകാരപ്പെടണം. സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ പള്ളിയിലെ കളക്ഷൻ വിസ്ഡം ടീച്ചേഴ്സ് കെയർ ഫണ്ടിലേക്കുള്ള സമാഹരണമാണ്. നമ്മുടെ മക്കൾക്ക് ദീനിയായ അറിവ് പകർന്നു നൽകുന്ന, മക്കളെ ദീനീ ചിട്ടയിലൂടെ സംസ്കാരമുള്ളവരാക്കി വളർത്താൻ നിയത്ത് വെച്ചിറങ്ങി തിരിച്ച അവർക്കുമുണ്ട് സ്വപ്നങ്ങൾ, അവർക്കുമുണ്ട് വീടും കുടുംബവും ഒക്കെ, അവർക്കുമുണ്ട് ആരോഗ്യത്തിന് പ്രയാസങ്ങൾ, അഭിമാനബോധമുണ്ട്, അവർക്ക് മുമ്പിലും കൈനീട്ടുന്നില്ല എന്നേ ഉള്ളൂ. അത് കണ്ടറിഞ്ഞ് അവരുടെ ക്ഷേമനിധിയിലേക്ക് സഹായിക്കേണ്ടത് നമ്മുടെ ഓരോ വ്യക്തികളുടെയും ബാധ്യതയാണ്. അതുകൊണ്ട് നമ്മുടെ കഴിവിന്റെ മിനിമം അല്ല, മാക്സിമം നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ഇന്ന് ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമ്മൾ ഖബൂൽ ചെയ്യുമാറാവട്ടെ. സ്ത്രീകളുടെ ഭാഗത്തും QR കോഡ് വെച്ചിട്ടുണ്ട്. അക്കൗണ്ടിൽ പണമുള്ളവർ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി പണമടക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഇന്ന് മദ്രസ ക്ഷേമനിധിക്ക് വേണ്ടിയുള്ളതാണ്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ സഹോദരി ഈ അടുത്ത് മരണപ്പെട്ടു. നമ്മുടെ പള്ളിയുമായി റമദാനിലെ തറാവീഹുകളിലും അയൽക്കൂട്ടങ്ങളിലൊക്കെ സജീവമായിരുന്ന സുബൈർ ഖാന്റെ ഭാര്യ. അല്ലാഹുവേ, അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണം. അല്ലാഹുവേ,
അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. ഇനി ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ ഈമാൻ കാമിലായുള്ള മരണം പ്രദാനം ചെയ്യണം റഹ്മാനെ. എവിടെ വെച്ച് എപ്പോ മരിക്കേണ്ടി വന്നാലും അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദി അൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم أجرنا من النار. اللهم اشف مرضانا ومرضى المسلمين. اللهم ارحم موتانا وموتى المسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد والحمد لله رب العالمين.